കങ്കുവ അണ്ണാത്തെ എന്ന സൂപ്പർ സ്റ്റാർ ചിത്രത്തിന് ശേഷം ശിവ സംവിധാനം ചെയ്തിരിക്കുന്ന സൂര്യ നായകനായ ചിത്രമാണ് കങ്കുവ. സൂര്യയെ കൂടാതെ ചിത്രത്തിൽ ബോബി ഡിയോൾ, ദിശ പടാനി, കെ.എസ്. രവികുമാർ, യോഗി ബാബു, കാർത്തി തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു. കങ്കുവയിൽ സൂര്യ ഡബിൾ റോളിൽ ആണ് എത്തിയിരിക്കുന്നത്. 2 കാലഘട്ടങ്ങളിലെ കഥയാണ് കങ്കുവ പറയുന്നത്. പുതിയ കാലത്തിലെയും പഴയ കാലത്തിലെയും നായക റോളുകളിൽ സൂര്യ അഭിനയിച്ചിരിക്കുന്നു. ബാഹുബലിയിലൊക്കെ ഉള്ളതുപോലെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി കൊടുക്കുന്ന പ്രോമിസ് കാത്തു സൂക്ഷിക്കുന്ന പഴയ കാലഘട്ടത്തിലെ നായകൻ്റെ വൺ മാൻ ഷോയാണ് കങ്കുവ എന്ന ചിത്രത്തിൻ്റെ 80% ഉള്ളത്. സിനിമ ആരംഭിക്കുന്ന സമയത്തെ മെജോറിറ്റി രംഗങ്ങളും ഇക്കാലത്തെ ആണെങ്കിലും സിനിമയുടെ മെയിൻ ഭാഗങ്ങൾ പഴയ കാലഘട്ടത്തിലേതാണ്. പഴയ കാലഘട്ടത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നല്ല ലൗഡ് ആയ ക്യാരക്ടേഴ്സാണ്. അവരുടെയൊക്കെ ഓർഡിനറി സംസാരങ്ങൾ പോലും ഹെവിയായി തന്നെ തോന്നി. പശ്ചാത്തല സംഗീതവും കഥാപാത്രങ്ങളുടെ ഉച്ചത്തിൽ ഉള്ള സംഭാഷണങ്ങളും ശബ്ദബീജികളും ഒരുമിച്ച് വരുന്ന പല രംഗങ്ങളും അരോചകമായി ഫീൽ ചെയ്തു. അത്തരം ചില രംഗങ്ങളിൽ ഒന്നുകിൽ BGM അല്ലെങ്കിൽ ഡയലോഗ്സ് ഇവയിൽ ഏതേലും ഒന്ന് മതിയായിരുന്നുവെന്നും തോന്നി. എല്ലാ തരത്തിലും സൂര്യയുടെ വൺ മാൻ ഷോ തന്നെ ആയിരുന്നു. മറ്റു കഥാപാത്രങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് വന്നതായും തോന്നിയില്ല. സൂര്യയുടെ കഥാപാത്രവും ഒരു കുട്ടിയുടെ കഥാപാത്രവും തമ്മിലുള്ള ഇമോഷൻസ് ഒക്കെയാണ് പ്രേക്ഷകന് എത്രത്തോളം വർക്കായി എന്നതും സംശയമാണ്. അവരുടെ കണക്ഷൻ ആണ് പടത്തിൻ്റെ ബ്രെയിൻ തന്നെ. പക്ഷേ സംവിധായകൻ വിചാരിച്ചതുപോലെ അത് ഓഡിയൻസിന് എത്രത്തോളം കണക്റ്റായി എന്നതിലാണ് കാര്യം. മൊത്തം സിനിമയുടെ ഒരു വൺ ലൈൻ ത്രെഡൊക്കെ പറഞ്ഞു കേട്ടാൽ ചിലപ്പോൾ ഭംഗിയുള്ളതായി തോന്നിയേക്കാമെങ്കിലും 2.5 മണിക്കൂർ പടമായി വരുമ്പോൾ അത് എത്രത്തോളം ഔട്ട്പുട്ട് തന്നു എന്നതിൽ ആണല്ലോ കാര്യം. പ്രേക്ഷകരും തിയേറ്ററുകാരും ഒക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു സൂര്യ ചിത്രമായിരുന്നു കങ്കുവ. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫലം കണ്ടില്ല എന്നതാണ് തിയേറ്ററിലെ ഭൂരിപക്ഷ അനുഭവം വെച്ച് തോന്നിയത്. ഇനി 3D എഫക്റ്റും CGയും ഒക്കെ നോക്കിയാൽ 3D എഫക്റ്റ് തരക്കേടില്ല എന്ന് തന്നെ പറയാം. ഒന്നാം പകുതിയിലൊക്കെ 3 ഡയമെൻഷൻ രംഗങ്ങളാണ് ഒരു വിധമെങ്കിലും പടത്തിനെ ബൂസ്റ്റ് ചെയ്തത് എന്ന് തന്നെ പറയാം. CGയും തരക്കേടില്ല എന്ന് പറയാം. ബോബി ഡിയോളിൻ്റെ വേഷവും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അവസാനത്തെ കാമിയോ റോൾ ഒന്നും മലയാളി പ്രേക്ഷകന് ആ താരത്തെ കണ്ടു എന്ന ഒരു കാര്യമല്ലാതെ കൈയടിക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നു. സൂര്യയെ നോക്കിയാൽ അദ്ദേഹത്തിന് ഈസിയായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പടത്തിൽ ഉള്ളൂ മുൻപത്തെ സിനിമകൾ നോക്കിയാൽ. പക്ഷേ പ്രേക്ഷകനുമായുള്ള ഒരു ഫ്രീക്വൻസി ഇവിടെ കിട്ടിയില്ലെന്ന് തിയേറ്ററിലെ അനുഭവം വെച്ച് തോന്നി. ലോകേഷ് കനകരാജ് 3 സീൻ കൊണ്ട് സൂര്യയെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്നും തന്നെ 2 മണിക്കൂർ 34 മിനിറ്റ് കിട്ടിയിട്ടും ഇവിടെ കിട്ടിയില്ല എന്നതാണ് പേഴ്സണലി തോന്നിയത്. സിനിമയുടെ ചില ഇടങ്ങളിൽ ഫോൺ നോക്കുവാനോ വാച്ച് നോക്കുവാനോ ബോറടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൂവാനോ പോലും പ്രേക്ഷകന് പറ്റാത്ത തരത്തിലായിരുന്നു ഡയലോഗുകളും BGMഉം കൂടി ഹെവിയായി മിക്സ് ചെയ്തിരിക്കുന്നതെന്നും തോന്നി. ഇൻ ഷോർട്ട്, അത്യാവശ്യം 3D എഫക്റ്റുകൾ ഉള്ള ശരാശരിയിലോ അല്ലെങ്കിൽ അതിൽ താഴെയോ നിൽക്കുന്ന ഒരു ശിവ ചിത്രമാണ് കങ്കുവ. ദാറ്റ്സ് ഓൾ.